നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 8th ക്വസ്റ്റ്യൻ. നമ്മൾ 7 ക്വസ്റ്റ്യൻസ് ആയിരുന്നു കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നത്. 8th ക്വസ്റ്റ്യൻ, 5 times a certain whole number, 5 times a certain whole number. ഹോൾ നമ്പർ എന്ന് പറയുമ്പം നെഗറ്റീവ് അല്ലാത്ത നമ്പേഴ്സാണ് ഹോൾ നമ്പേഴ്സ്. 0 തൊട്ടുള്ള 0 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കൂടെ 0യും കൂടെ ചേരുന്നതിന് നമ്മൾ ഹോൾ നമ്പർ എന്ന് പറയുന്നത്. 5 times a certain whole number is equal to 5 times a certain whole number is equal to 3 less than is equal to 3 less than 5 times a certain whole number is equal to 3 less than twice the square of the number. 3 less than twice the square of the number. Twice the square of the number. Find the number. Find the number. 5 times a certain whole number is equal to 3 less than twice the square of the number. Find the number എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ ആ റിക്വയർഡ് നമ്പറിൻ്റെ എക്സ് എടുക്കുക. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അങ്ങനെയാണ്. ലെറ്റ് എക്സ് ബി ദ റിക്വയർഡ് നമ്പർ. Let x be the required number. Given 5 times the number, 5 times the number is equal to 3 less than twice the square. അതിൽ നമ്മൾ ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഗിവൺ 5 times the number is equal to 3 less than twice the square. അപ്പോൾ 5 times the number എന്ന് പറയുന്നത് നമുക്ക് അതിനെ 5x എടുക്കാം. 3 less than twice the square. അപ്പോൾ twice the square എന്ന് പറയുമ്പോൾ 2 times square ആണ്. അതിൽ നിന്ന് 3 കൊടുക്കണം. 3 less than twice the square എന്ന് പറയുമ്പോൾ നമുക്ക് 2x square minus 3 എന്ന് വരും. അപ്പോൾ നമ്മൾ 5xനെ കൂടെ അപ്പുറത്തോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ 2x square minus 5x minus 3 is equal to 0 എന്ന് വരും. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റിനെ വേർഡ് ഫോമിൽ നിന്ന് ഇക്വേഷൻ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ വേണ്ട നമ്പറിനെ എക്സ് എന്ന് വിളിച്ചു. തന്നേക്കുന്നത് എന്താ? 5 times that number is equal to 3 less than twice the square എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 5 times നമ്പർ എന്ന് പറയുമ്പോൾ 5x, 3 less than twice the square. സ്ക്വയർ എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ, twice the square എന്ന് പറയുമ്പോൾ 2x square. അതിൽ നിന്ന് 3 കുറയ്ക്കുമ്പോൾ 2x square minus 3 വരും. അപ്പോൾ നമുക്ക് 2x square minus 3 equal to 5x. ഇനി നമുക്കിത് സോൾവ് ചെയ്യാം. എക്സ് ഈക്വൽ ടു മൈനസ് ബി എന്ന് പറയുമ്പോൾ പ്ലസ് 5 പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് മൈനസ് 5 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 2 ഇൻറ്റു മൈനസ് 3 ഹോൾ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 2a. ഇപ്പോൾ 5 പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് 25, 4 ഇൻറ്റു 2 8, 8 ഇൻറ്റു 3 24. അപ്പോൾ മൈനസും മൈനസും കൂടെ പ്ലസ് 24 വരും. മൈനസ് 4 ഇൻറ്റു 2 മൈനസ് 8, മൈനസ് 8 ഇൻറ്റു മൈനസ് 3 പ്ലസ് 24 ഡിവൈഡഡ് ബൈ 4 എന്ന് വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു 5 പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് 49 ഡിവൈഡഡ് ബൈ 4 എന്ന് വരും. സ്ക്വയർ റൂട്ട് ഓഫ് 49 7 ആണ്. അപ്പോൾ 5 പ്ലസ് ഓർ മൈനസ് 7 ബൈ 4. അപ്പോൾ 5 പ്ലസ് 7 എന്ന് പറയുമ്പം 12 ബൈ 4. 5 മൈനസ് 7 എന്ന് പറയുമ്പോൾ മൈനസ് 2 ബൈ 4 എന്ന് വരും. അപ്പോൾ നമുക്ക് നമ്പർ എന്താണ് വരുന്നത്? 6ഉം മൈനസ് 1 ബൈ 2. ദെർഫോർ ഇത്ര ഓക്കെ അല്ലേ? ദെർഫോർ എക്സ് ഈക്വൽ ടു 6 മൈനസ് 1 ബൈ 2. 6 അല്ല 3 അല്ലേ? 12 ബൈ 4 അല്ലേ? ഞാൻ 12 ബൈ 2 എന്ന് പറയുന്നത്. 12 ബൈ 4 എന്ന് പറയുമ്പോൾ 3, മൈനസ് 2 ബൈ 4 എന്ന് പറയുമ്പോൾ മൈനസ് 1 ബൈ 2. അപ്പോൾ നമുക്ക് കിട്ടിയത് എക്സ് ഈക്വൽ ടു 3 ഓർ എക്സ് ഈക്വൽ ടു മൈനസ് 1 ബൈ 2. ഇതൊരു ഹോൾ നമ്പറാണ്. ഹോൾ നമ്പർ എന്ന് പറയുമ്പം ഫ്രാക്ഷൻ ഫോമിൽ വരാൻ പറ്റില്ല. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് എന്താണ്? 3 പറ്റുള്ളൂ. 3 ഓർ മൈനസ് 1 ബൈ 2 ആണ്. മൈനസ് 1 ബൈ 2 ഹോൾ നമ്പർ അല്ല. ദെർഫോർ ദ റിക്വയർഡ് നമ്പർ ഈസ് 3. റിക്വയർഡ് നമ്പർ ഈസ് 3 എന്ന് പറയാൻ പറ്റും. ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പോൾ ഇവിടെ ഹോൾ നമ്പർ ആയതുകൊണ്ട് നമുക്ക് നെഗറ്റീവ് നമ്പറും പറ്റിയില്ല, ഫ്രാക്ഷണൽ ഫോമിലുള്ളതും പറ്റത്തില്ലായിരുന്നു. 9th question. Divide 8 into 2 parts. Divide 8 into 9th question ആണ്. Divide 8 into 2 parts such that
divide 8 into 2 parts such that sum of their reciprocal is 8/15. ക്വസ്റ്റ്യൻ ഒന്ന് 2 പ്രാവശ്യം വായിച്ച് നോക്കുക. അതാണ് മെയിനായിട്ട് നമുക്കിവിടെ വേണ്ടത്. divide 8 into 2 parts such that the sum of their reciprocal is 8/15. അതിൻ്റെ റെസിപ്രോക്കൽ സം ചെയ്യുമ്പം 8/15 ആണ് വരുന്നത്. അപ്പം നമ്മൾ 8നെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. 8നെ 2ആയിട്ട് ഡിവൈഡ്, അപ്പോൾ ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ അല്ലേ? divide 8 into 2 parts such that sum of their reciprocal is 8/15. ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആൻസറിലോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മളോട് ഞാൻ ജസ്റ്റ് ഐഡിയ പറഞ്ഞിട്ട് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറയാം. അപ്പോൾ നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താ? 8നെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ പാർട്ട് നമ്മൾ എക്സ് എടുത്താൽ അടുത്തത് എന്തായിരിക്കും? 8 - x. കാരണം 8നെയാണ് നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു നമ്പർ നമ്മൾ 2 ആയിട്ട് എടുത്താൽ മറ്റേ നമ്പർ 6 ആയിരിക്കും. ഒരു നമ്പർ നമ്മൾ 3 എടുത്താൽ മറ്റേ നമ്പർ 5 ആയിരിക്കും. ഒരു നമ്പർ 4 എടുത്താൽ മറ്റേത് 4 ആയിരിക്കും. അങ്ങനെ നമ്മൾ ഒരു പർട്ടിക്കുലർ നമ്പർ ഫിക്സ് ചെയ്താൽ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ 8 കിട്ടും. 8നെയാണ് നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നത്. അപ്പം divide 8 into 2 parts എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമ്മൾ ആ നമ്പേഴ്സ് എക്സും 8 - x ആയിട്ട് എടുക്കണം. അപ്പോൾ ആൻസറിലോട്ട് പോകാം. let the numbers be x and 8 - x. let the numbers be x and 8 - x. let the numbers be x and 8 - x. given sum of reciprocals is equal to 8/50. sum of reciprocals is equal to 8/50. reciprocal of a number എന്ന് പറഞ്ഞാൽ 1 divided by that number. അപ്പോൾ എക്സിൻ്റെ 8 - xൻ്റെ റെസിപ്രോക്കലിൻ്റെ സം എന്ന് പറയുമ്പോൾ 1/x + 1/8 - x എന്നല്ലേ വരുന്നത്. നമ്പർ എക്സും 8 - x. അപ്പോൾ അതിന് റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ 1/x-ഉം 1/8 - x. അതിൻ്റെ സം എന്ന് പറയുമ്പോൾ എന്താ? 1/x + 1/8 - x is equal to 8/15 എന്ന് വരും. സം ഓഫ് റെസിപ്രോക്കൽ ഈക്വൽ ടു 8/15 ആണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് 1/x = 1/8 - x is equal to, ഇത് രണ്ടും കൂടെ സം ഓഫ് ദ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ ഇതാണ് ഈക്വൽ ടു 8/15. ഇത് സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ആദ്യം എൽ സി എടുക്കണം. എൽ സി എടുക്കുമ്പോൾ x × 8 - x. അപ്പോൾ ഇവിടെ 8 - x വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. രണ്ടാമത്തെ ടേമിനെ x വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഈസ് ഈക്വൽ ടു 8/15 വരും. അപ്പം ഇംപ്ലൈസ് 8 ഡിവൈഡഡ് ബൈ 8x - x². അകത്തോട്ട് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 8x - x² ഈസ് ഈക്വൽ ടു 8/15 എന്ന് വരും. ഇനി നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. 15 × 8 ഈസ് ഈക്വൽ ടു 8 × 8x - x². ഇപ്പോൾ രണ്ട് സൈഡിലും 8 ഉള്ളത് കൊണ്ട് നമ്മൾ 8 വെച്ച് ഡിവൈഡ് ചെയ്താലും നമുക്ക് സെയിം കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് 8 കളയാം. രണ്ട് സൈഡിലും 8 ഉള്ളത് കൊണ്ട് 8 കളയാം. അപ്പോൾ അത് 8x - x² എന്ന് വരും. 15 ഈസ് ഈക്വൽ ടു 8x - x². അപ്പോൾ നമ്മൾ ചെയ്ത് ഇത്രേ ഉള്ളൂ. നമ്പേഴ്സ് എക്സും 8 - x ആയിട്ട് എടുത്തു. എക്സും 8 - x നമ്പേഴ്സ് എടുത്താൽ നമുക്ക് 1/x, അതിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് 1/x-ഉം 1/8 - x. അത് ആഡ് ചെയ്യുമ്പം 8/15 ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് 15 ഞാൻ ഒന്നും കൂടെ എടുത്തിരുന്നേ ഉള്ളൂ, ഈക്വൽ ടു 8x - x² എന്നാണ് കിട്ടിയേക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതെല്ലാം കൂടെ ഒരു സൈഡിലോട്ട് കൊണ്ടുവരണം. നമുക്ക് ഇപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുവരുവാണെങ്കിൽ x² - 8x + 15 ഈസ് ഈക്വൽ ടു 0 എന്ന് പറയാലോ. 15 ഈസ് ഈക്വൽ ടു 8x - x². അപ്പം നമ്മൾ -x²നെ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുപോകുമ്പോൾ അത് +x² ആയിട്ട് മാറും. 8xനെ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുപോകുമ്പോൾ അത് -8x ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് x² - 8x + 15 ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. ഇനി നമ്മൾ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി x ഈക്വൽ ടു -b എന്ന് പറയുമ്പോൾ -8 + 8 പ്ലസ് ഓർ മൈനസ് √(-8² - 4 × 1 × 50 ഡിവൈഡഡ് ബൈ 2 × 1 എന്ന് വരും.
സോ ദിസ് ഈസ് ഈക്വൽ ടു 8 പ്ലസ് ഓർ മൈനസ് 8 സ്ക്വയർ എന്ന് പറയുമ്പം 64. 4 ഇൻറ്റു 15 60 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ എന്ത് വരും? 8 പ്ലസ് ഓർ മൈനസ് √4 അത് 2 ആണ്, ഡിവൈഡഡ് ബൈ 2. അപ്പോൾ 8 പ്ലസ് 2 എന്ന് പറയുമ്പം 10/2. 8 മൈനസ് 2 എന്ന് പറയുമ്പം 6/2. അപ്പോൾ നമുക്ക് 5ഉം 3യും കിട്ടി. അപ്പോൾ എക്സ് ഈക്വൽ ടു 5 ഓർ 3. എക്സ് 5 എടുത്താൽ 8 മൈനസ് എക്സ് 3. എക്സ് 3 എടുത്താൽ 8 മൈനസ് 3 എന്ന് പറയുമ്പോൾ 8 മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ 8 മൈനസ് 3 5. അപ്പോൾ നമുക്ക് എങ്ങനെ എടുത്താലും ആ നമ്പറുകൾ എന്തൊക്കെയാണ്? 5ഉം 3യും. അപ്പോൾ നമ്മൾ ആ നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? 3യും 5ഉം ആണ് നമ്പേഴ്സ് എന്ന് കിട്ടി. എക്സ് 5 എടുത്താൽ മറ്റേ നമ്പർ 3 കിട്ടും. എക്സ് 3 എടുത്താൽ മറ്റേ നമ്പർ നമുക്ക് 5 കിട്ടും. സോ ദ റിക്വയർഡ് നമ്പേഴ്സ് ആർ 3 and 5. The required numbers are 3 and 5. നമുക്ക് 8നെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യാനാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പർ 3യും 8നെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് 3യും 8ഉം ആയിട്ട് നമുക്ക് കിട്ടും. 10th question. For the same amount of work, 10th question. ഇത് വർക്കിൻ്റെ അവിടെ വരുന്ന പ്രോബ്ലമാണ്. നമ്മൾ ക്വാഡ്രാറ്റിക്കിൻ്റെ കേസിൽ ഈ ടൈപ്പ് വരുന്നതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നുള്ളതേ ഉള്ളൂ. For the same amount of work, capital A takes 6 hours. A takes 6 hours less than B. For the same amount of work, A takes 6 hours less than B. For the same amount of work, A takes 6 hours less than B. Next sentence. If together they complete, രണ്ടുപേരും കൂടെ ഒരുമിച്ച് together they complete the work in 13 hours 20 minutes. If together they complete the work in 13 hours 20 minutes, find how much time will B alone take to complete the work. Find how much time will B alone take to complete the work. Question ഒന്നും കൂടെ പറയാം. For the same amount of work, A takes 6 hours less than B. If together they complete the work in 13 hours 20 minutes, find how much time will B alone take to complete the work. അപ്പോൾ ഈ ടൈപ്പ് പ്രോബ്ലംസ് ഇനി നമുക്ക് വരുന്നതാണ് വർക്കിൻ്റെ കേസിൽ. വർക്ക് വേജസ് വർക്ക് ആൻഡ് ടൈം എന്നുള്ളത് നമുക്ക് 3rd മൊഡ്യൂളിൽ വരുന്നൊരു സെക്ഷനാണ്. അപ്പോൾ അതിനകത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എയുടെയും ബിയുടെയും ഒറ്റയ്ക്ക് ചെയ്യാനുള്ള വർക്കുകൾ തമ്മിലുള്ള ഡിഫറൻസ് 6 ഹവേഴ്സാണ്. ബിയേക്കാളും 6 ഹവേഴ്സ് കുറച്ച് മതി എക്ക്. അതായത് ബി ഇപ്പോൾ ഒരു 20 മണിക്കൂർ കൊണ്ട് തീർക്കുന്ന പണി എക്ക് എത്ര മണിക്കൂർ മതി? 20 - 6 14 ഹവേഴ്സ് മതി. അപ്പോൾ എ ഒറ്റയ്ക്കാണ് ചെയ്യുന്നതെങ്കിൽ ബി ഒറ്റയ്ക്ക് ചെയ്യുന്നതിനേക്കാളും 6 മണിക്കൂർ കുറച്ച് മതി. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? എയും ബിയും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യുവാണെങ്കിൽ 13 hours 20 minutes കൊണ്ട് വർക്ക് തീർക്കും. അങ്ങനെയാണെങ്കിൽ ബി ഒറ്റയ്ക്ക് എത്ര നേരം കൊണ്ട് ഈ വർക്ക് തീർക്കും എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ബിയുടെ കണ്ടുപിടിക്കേണ്ടത് കൊണ്ട് നമ്മൾ ആ ബി ഒറ്റയ്ക്ക് എടുക്കുന്ന ടൈമിനെ എക്സ് എന്ന് വിളിക്കാം. അപ്പോൾ ആൻസറിലോട്ട് പോകാം. ലെറ്റ് ബി ടേക്സ് X hours to complete the work. Let B takes X hours to complete the work. Let B takes X hours to complete the work. Then A takes, ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര അവേഴ്സ് ആയിരിക്കും? ബിയേക്കാളും 6 ഹവേഴ്സ് കുറച്ചല്ലേ? അപ്പം ബി എക്സ് ഹവേഴ്സ് ആണെങ്കിൽ എ എക്സ് മൈനസ് 6 ഹവേഴ്സ്. ലെറ്റ് ബി ടേക്സ് എക്സ് ഹവേഴ്സ് ടു കംപ്ലീറ്റ് ദ വർക്ക്. ദെൻ എ ടേക്സ്
x minus 6 hours to complete the work. അപ്പം ബിക്ക് എക്സ് അവേഴ്സും എക്ക് എക്സ് മൈനസ് 6 അവേഴ്സും ആണ് വേണ്ടത്. ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ബി എക്സ് അവേഴ്സ് കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യും, എ എക്സ് മൈനസ് 6 അവേഴ്സ് കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യും. Given A and B together takes given A and B together takes 13 hours 20 minutes to complete the work. A and B together takes 13 hours 20 minutes to complete the work. അപ്പോൾ 13 hours 20 minutes നമുക്ക് 20/60 hours എന്ന് എടുക്കാമല്ലോ. 13 hours 20 minutes എന്ന് പറഞ്ഞാൽ 20 minutes നമ്മൾ അവറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി 20/60 ചെയ്യണം. അപ്പോൾ 2/6 അല്ലെങ്കിൽ 1/3. അപ്പോൾ അത് 13 + 1/3. അപ്പോൾ 39 + 1/3. LC എടുക്കുമ്പോൾ 13 × 3 39 + 1 40/3 എന്ന് വരും. A and B together takes 13 hours 20 minutes to complete the work. അപ്പോൾ A and B together take 13 hours plus 20 minutes എന്നുള്ളതിന് നമുക്ക് 13 hours plus 1/3 അവർ നൽകാം. അത് 40/3 ആണ്. അപ്പോൾ നമുക്ക് ഇത്രയും ഡേറ്റയാണ് നമ്മുടെ കയ്യിലുള്ളത് അല്ലേ. എ ഒറ്റയ്ക്ക് എക്സ് മൈനസ് 6 അവേഴ്സ് കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യും, ബി ഒറ്റയ്ക്ക് എക്സ് അവേഴ്സ് കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യും. എയും ബിയും ഒരുമിച്ചാണെങ്കിലോ അവർ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പം 14/3 അവേഴ്സ് കൊണ്ട് വർക്ക് ചെയ്യും. ഇനി വർക്കിന് ഇത് ഞാൻ ഇത്രയും കാര്യങ്ങൾ നോട്ടിലോട്ട് എഴുതുക. ഇനി ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടാൽ മതി. നമുക്ക് സാധാരണ ബി ടേക്സ് അല്ലെങ്കിൽ ഇപ്പോൾ എ ടേക്സ് നമ്മൾ എ ടേക്സ് 20 hours ടു ഫിനിഷ് ദ വർക്ക് എന്ന് പറഞ്ഞാൽ 1 hour കൊണ്ട് 1 hourൽ 1/20 ഓഫ് ദ വർക്ക് എ കംപ്ലീറ്റ് ചെയ്യുന്നുള്ളതല്ല എൻ്റെ മീനിങ്. എ മൊത്തം 20 മണിക്കൂർ കൊണ്ടാണ് പണി തീർക്കുന്നതെന്ന്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ, ഇത് നോട്ടിലോട്ട് എഴുതണ്ട കേട്ടോ, ഇവിടം വരെയുള്ള നോട്ടിലോട്ട് എഴുതിയാൽ മതി. ഇനി മെത്തേഡ് ഞാൻ വർക്കിൻ്റെ പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് വർക്കിൻ്റെ പ്രോബ്ലം എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് കാണിക്കുന്നത് എന്നുള്ളതേ ഉള്ളൂ. അത് നമുക്കിനി വരുന്നുണ്ട്, വർക്കിൻ്റെ ടൈപ്പ് പ്രോബ്ലംസ് വരുന്നുണ്ട്. എ ഇപ്പോൾ ഒരു വർക്ക് തീർക്കാൻ 20 മണിക്കൂർ എടുത്തെന്ന് വിചാരിക്കുക. അപ്പോൾ 1 മണിക്കൂറിൽ ആ വർക്കിൻ്റെ എന്തൊരു പോർഷനാണ് എ തീർക്കുന്നത്? മൊത്തം 20 മണിക്കൂർ വർക്ക് തീർക്കാൻ വേണം. അപ്പോൾ 1 മണിക്കൂർ എന്ന് പറയുമ്പോൾ അതിൻ്റെ 1/20 ഓഫ് ദ വർക്കല്ലേ വരുള്ളൂ. അതാണ് നമ്മളിനി യൂസ് ചെയ്യാൻ പോകുന്നത്. എ ഒരു വർക്ക് തീർക്കാൻ എക്സ് അവേഴ്സ് എടുത്തു, അങ്ങനെയാണെങ്കിൽ 1 അവറിൽ എക്സ് 1/x ഓഫ് ദ വർക്കാണ് എ തീർക്കുന്നത്. ഇവിടെ ഈ കേസിലാണെങ്കിൽ ബി ആണ് എക്സ് അവേഴ്സ്. അപ്പം ബി എക്സ് അവേഴ്സ് കൊണ്ട് വർക്ക് തീർക്കും എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറിൽ 1/x ഓഫ് ദ വർക്കാണ് തീർക്കുന്നത്. എ ടേക്സ് എക്സ് മൈനസ് 6 അവേഴ്സ് ടു കംപ്ലീറ്റ് ദ വർക്ക്. അപ്പോൾ എയുടെ 1 മണിക്കൂർ കൊണ്ട് എത്ര തീരും? 1/x - 6 ഓഫ് ദ വർക്ക് തീരും. അപ്പോൾ എയും ബിയും കൂടെ 1 മണിക്കൂറിൽ എത്ര ചെയ്യും? എ 1 മണിക്കൂറിൽ ബി 1 മണിക്കൂറിൽ 1/x ഓഫ് ദ വർക്ക് ചെയ്യും. എ 1 മണിക്കൂറിൽ 1/x - 6 ഓഫ് ദ വർക്ക് തീരും. ഇനി എയും ബിയും കൂടെ ഒരുമിച്ച് 40/3 അവേഴ്സ് കൊണ്ട് തീർക്കും. അപ്പം 1 അവറിൽ അവരെത്ര വർക്ക് തീർക്കും? ഇതിൻ്റെ റെസിപ്രോക്കലാണ്. അപ്പോൾ 3/40 ആണ്. അപ്പോൾ നമുക്കിത് ഈക്വൽ ടു 3/40 എന്ന് പറയാൻ പറ്റും. അപ്പോൾ ചെയ്ത പ്രോസസ്സ് ഒന്നും കൂടെ പറയാം. നമ്മൾ ഇവിടം വരെയാണ് നിങ്ങൾ നോട്ട് എഴുതി വെച്ചേക്കുന്നത്. അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. എയ്ക്ക് ബിയും തമ്മിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് ഡിഫറൻസ് 6 ആണ്. എ എന്ന് പറയുന്നത് ബിയേക്കാളും 6 മണിക്കൂർ കുറച്ചുകൊണ്ട് ആ സെയിം വർക്ക് തീർക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ബിയുടെ വർക്ക് ബി ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം നമ്മൾ എക്സ് അവേഴ്സ് എടുത്താൽ എക്ക് എക്സ് - 6 അവേഴ്സ് മതി ഇത് കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ തന്നേക്കുന്നത് എന്താണ്? എയും ബിയും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യുവാണെങ്കിൽ അവർ 13 hours 20 minutes കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ 40/3 അവേഴ്സ് കൊണ്ട് അവേഴ്സിലോട്ട് കൺവേർട്ട് ചെയ്യുവാണെങ്കിൽ 40/3 അവേഴ്സ് കൊണ്ട് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതാണ് നമുക്ക് തന്നേക്കുന്നത്. ഇനി ബി ടേക്സ് എക്സ് അവേഴ്സ് ടു കംപ്ലീറ്റ് ദ വർക്ക്. അതുകൊണ്ട് അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? 1/x ഓഫ് ദ വർക്ക് ബി 1 മണിക്കൂറിൽ കംപ്ലീറ്റ് ചെയ്യുമെന്നറിയാമല്ലോ. അപ്പോൾ ഇനി നമ്മളതാണ് ഇവിടം വരെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി ആസ് ബി കംപ്ലീറ്റ്സ് ദ വർക്ക് in x hours,
ആസ് ബി കംപ്ലീറ്റ്സ് ദ വർക്ക്, ടോട്ടൽ വർക്ക് എക്സ് അവേഴ്സിലാണ് തീർക്കുന്നത്. ആസ് ബി കംപ്ലീറ്റ്സ് ദ വർക്ക് ഇൻ എക്സ് അവേഴ്സ്, ബി കംപ്ലീറ്റ്സ് 1/x ഓഫ് ദ വർക്ക് ഇൻ 1 hour. 1 മണിക്കൂർ കൊണ്ട് അപ്പോൾ എത്ര ചെയ്യാൻ പറ്റുള്ളൂ? 1/x ഓഫ് ദ വർക്ക് അല്ലേ പറ്റുള്ളൂ. ആസ് ബി കംപ്ലീറ്റ്സ് ദ വർക്ക് ഇൻ എക്സ് അവേഴ്സ്, ബി കംപ്ലീറ്റ്സ് 1/x ഓഫ് ദ വർക്ക് ഇൻ 1 hour. ഓക്കെ, ഇനി അടുത്ത ലൈനിൽ ആസ് എ കംപ്ലീറ്റ്സ് ദ വർക്ക് ഇൻ x-6 hours, ആസ് എ കംപ്ലീറ്റ്സ് the work in x-6 hours, A completes 1/x-6, 1 divided by x-6, A completes 1 divided by x-6 of the work. ആ വർക്കിൻ്റെ 1/x-6 of the work in 1 hour. As A completes the work in x-6 hours, A completes 1/x-6. 1/x-6 എന്നുള്ളത് ഒറ്റ ഇതായിട്ട് എഴുതണേ. 1/x-6 of the work. 1/x-6 of the work in 1 hour. Okay. As A completes the work in x-6 hours, A completes 1/x-6 of the work in 1 hour. അടുത്ത ലൈനിൽ A and B takes 40/3 hours. A and B together എഴുതിക്കോണേ. A and B together takes 40/3 hour. A and B together takes 40/3 hours. A and B together takes 40/3 hour to complete the work. Therefore, A and B together completes 1 divided by 40/3 equal to 3/40 of the work in 1 hour. A and B together completes 1/40/3. 1/40/3 എന്നുള്ളത് 3/40 of the work in 1 hour. അപ്പം ഇനി നമുക്ക് എന്താ എഴുതേണ്ടത്? 1 hour work of A, 1 hour work of A plus 1 hour work of B is equal to 1 hour work of A and B together എന്നല്ലേ വരുന്നത്? ക്ലിയർ ആയോ? എയ്ക്ക് ഒരു വർക്ക് തീർക്കാൻ x-6 hours വേണം. അപ്പം 1/x-6 ഓഫ് ദ വർക്ക് 1 മണിക്കൂർ കൊണ്ട് എ തീർക്കും. ബി എക്സ് അവേഴ്സ് കൊണ്ട് വർക്ക് തീർക്കുന്നതുകൊണ്ട് 1/x ഓഫ് ദ വർക്ക് 1 മണിക്കൂറിൽ തീർക്കും. എയും ബിയും കൂടെ ഒരുമിച്ച് 3/40 ഓഫ് ദ വർക്കാണ് 1 മണിക്കൂറിൽ തീർക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 1 hour വർക്ക് ഓഫ് എ എന്ന് പറയുന്നത് 1/x പ്ലസ് 1 hour വർക്ക് ഓഫ് ബി എന്ന് പറയുന്നത് 1/x-6. എയുടേത് 1/x-6, ബിയുടേത് 1/x ഈസ് ഈക്വൽ ടു 1 hour വർക്ക് ഓഫ് എ ആൻഡ് ബി ടുഗദർ. അതെത്രയാണ്? 3/40. ഇനി ഇത് സോൾവ് ചെയ്താൽ മതി. എയുടെ 1 day വർക്ക് എന്ന് പറയുന്നത് 1 hour വർക്ക് എന്ന് പറയുന്നത് 1/x-6 ആണ്. ബിയുടെ 1 hour വർക്ക് എന്ന് പറയുന്നത് 1/x. അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 3/40 കിട്ടണം. ഇനി എൽസി എടുത്ത് സിംപ്ലിഫൈ ചെയ്യുക. x പ്ലസ് x-6 divided by x into x-6 equal to 3/40. 2x minus 6 divided by x square minus 6x is equal to 3/40. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യണം. ഇനി നമ്മൾ സാധാരണ ഈ ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സാധാരണ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന പോലെ സോൾവ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ 40 into 2x minus 6 is equal to
3 ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 6x. നമ്മൾ എക്സ്പാൻഡ് ചെയ്യണം. 80x മൈനസ് 4 6 ആർ 240 ഈസ് ഈക്വൽ ടു 3x സ്ക്വയർ മൈനസ് 18x. നമ്മൾ ഇപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പം 3x സ്ക്വയർ മൈനസ് 18x മൈനസ് 80x പ്ലസ് 240 ഈക്വൽ ടു 0 എന്ന് വരികയല്ലേ. കാരണം ഇവിടെ മൈനസ് 240, അപ്പുറത്തോട്ട് പോകുമ്പോൾ പ്ലസ് 240, ഇവിടെ പ്ലസ് 80, അവിടെ മൈനസ് 80 ആയിട്ട് മാറും. സോ ദിസ് ഇംപ്ലൈസ് 3x സ്ക്വയർ മൈനസ് 98x പ്ലസ് 240 ഈക്വൽ ടു 0. എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ബി എന്ന് പറയുമ്പോൾ 98 പ്ലസ് ഓർ മൈനസ് -98 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 3 ഇൻറ്റു 240 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 8, 2 ഇൻറ്റു 3 എന്ന് വരും. 98 പ്ലസ് ഓർ മൈനസ് കാൽക്കുലേറ്റർ ചെയ്താൽ മതി. സ്ക്വയർ റൂട്ട് ഓഫ് 90, സ്ക്വയർ റൂട്ടല്ല 98 സ്ക്വയർ വരും. 98 സ്ക്വയർ കാൽക്കുലേറ്റർ ചെയ്താൽ മതി. അത് 9604 വരും. ഇനി 240 ഇൻറ്റു 12 ആണ് വരുന്നത്. അത് ചെയ്യുമ്പോൾ 2880 ഡിവൈഡഡ് ബൈ 6. അപ്പോൾ അത് 98 പ്ലസ് ഓർ മൈനസ് നമുക്ക് ഇത് ഡിഫറൻസ് എടുത്ത് സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ ആൻസർ 82 വരും ഡിവൈഡഡ് ബൈ 6. ഇത്രയും വലുതൊക്കെ നിങ്ങൾ കാൽക്കുലേറ്റർ ചെയ്താൽ മതി കേട്ടോ. 98 സ്ക്വയർ ചെയ്യുക, എന്നിട്ട് 4 ഇൻറ്റു 3 ഇൻറ്റു 240 സെപ്പറേറ്റ് ചെയ്യുക, എന്നിട്ട് ഡിഫറൻസ് എടുക്കുക, സ്ക്വയർ റൂട്ട് ഓഫ് ദാറ്റ് ഡിഫറൻസ്. അപ്പോൾ നമുക്ക് 98 പ്ലസ് ഓർ മൈനസ് 82 ബൈ 6 എന്ന് കിട്ടും. 98 പ്ലസ് 82 എന്ന് പറയുമ്പം 8 പ്ലസ് 2 10, ക്യാരി 1 180. അപ്പോൾ 180 ബൈ 6 ഓർ 98 മൈനസ് 82 എന്ന് പറയുമ്പം അത് 16 ബൈ 6. രണ്ടും പോസിറ്റീവാണ്. അപ്പോൾ നമുക്ക് 180 ബൈ 6 എന്ന് പറയുന്നത് എത്രയാണ്? 30. മറ്റേതോ 16 ബൈ 6 2 കോമൺ ആയിട്ട് പുറത്തെടുത്താൽ 8 ബൈ 3. അപ്പോൾ നമുക്ക് എക്സ് ഈക്വൽ ടു 30 ഓർ 8 ബൈ 3 എന്ന് കിട്ടി. ഇനി ഇതിനകത്ത് ഏതാണ് എടുക്കാൻ പറ്റുന്ന വാല്യൂ എന്ന് നമ്മൾ ചിന്തിക്കണം. എക്സ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? ടൈം ടേക്കൺ ബൈ ബി ടു കംപ്ലീറ്റ് ദ വർക്ക്. അത് 30 എന്നൊരു ഓപ്ഷനുണ്ട്, 8 ബൈ 3 എന്നുള്ള ഓപ്ഷനുണ്ട്. അതിൽ 8 ബൈ 3 പോസിബിൾ ആണോ എന്ന് നമ്മൾ നോക്കണം. ടൈം വേണമെങ്കിൽ 8 ബൈ 3 എന്ന് വരാം, പക്ഷേ ഇവിടെ വേറൊരു കണ്ടീഷൻ കൂടെ പറയുന്നുണ്ട്. എക്ക് എത്ര അവർ ആവേണ്ടത്? എക്സ് മൈനസ് 6 അവേഴ്സാണ്. 8 ബൈ 3 എന്ന് പറയുന്നത് 2 പോയിൻ്റ് അല്ലേ വരുവുള്ളൂ, 2.6 സംതിങ്ങേ വരുവുള്ളൂ. അതിൽ നിന്ന് നമുക്ക് 6 കുറച്ചാൽ 7 ടൈം എന്ന് പറയുന്നത് നെഗറ്റീവായി പോകും. അപ്പോൾ അത് പോസിബിൾ അല്ല. ഈ എക്സ് എന്ന് പറയുന്നത് എന്തായാലും ഗ്രേറ്റർ ദാൻ 6 വരാൻ പറ്റുള്ളൂ. കാരണം എക്കും ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോസിറ്റീവായിട്ടൊരു ടൈം വേണമല്ലോ. എ കംപ്ലീറ്റ്സ് ദ വർക്ക് ഇൻ എക്സ് മൈനസ് 6 അവേഴ്സാണ്. അപ്പോൾ ആ എക്സ് എന്ന് പറയുന്നത് എക്സ് മൈനസ് 6 പോസിറ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ എക്സ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 6. അപ്പോൾ 8 ബൈ 3 എന്ന് പറയുന്നത് 2 പോയിൻ്റേ ഉള്ളൂ. അപ്പോൾ അത് പോസിബിൾ അല്ല. ഹിയർ എക്സ് നോട്ട് ഈക്വൽ ടു 8 ബൈ 3. therefore എക്സ് ഈക്വൽ ടു 30. എക്സ് മൈനസ് 6 ഈക്വൽ ടു 24. therefore ബി ടേക്സ്, നമ്മളോട് ചോദിച്ചിരിക്കുന്ന ബിയുടെ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ബി ടേക്സ് 30 hours. ബി ടേക്സ് 30 hours. ബി ടേക്സ് 30 hours to complete the work. ബി ടേക്സ് 30 hours to complete the work.